മന്ത്രിയായാൽ ഇങ്ങനെ വേണം. ഒരാളെക്കുറിച്ച് തന്നെ ഒരുപാട് പേർ ഒരേ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് ഭരിക്കുന്നവനെ കുറിച്ചാണ്. സത്യത്തിൽ ഒരു രാജാവാകേണ്ടവനാണ് കെ.ബി. ഗണേഷ് കുമാർ. പൊളിച്ചെഴുതുകയാണ് ഓരോ നിയമവും. ഇതൊരു തുടക്കമാണ്, ഒരുപാട് മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കാൻ. ഗണേഷ് കുമാർ ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ വിവേകമുള്ള മനുഷ്യർക്കാർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. ഇനി എല്ലാവർക്കും റോഡിലൂടെ സുരക്ഷിതരായി യാത്ര ചെയ്യാം, അപകടങ്ങൾ കുറയും. വാക്കുതരുന്നത് ഗണേഷ് കുമാർ ആണെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ഉമ്മൻചാണ്ടിയുമായുള്ള വിഷയത്തിലും മറ്റു ചില വ്യക്തിപരമായ വിഷയങ്ങളിലൊക്കെ പലർക്കും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും നേതാവ് എന്ന നിലയിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും ഗണേഷ് കുമാറിനോട് പൊതുസമൂഹത്തിന് മതിപ്പാണ്. ആ മതിപ്പിനനുസരിച്ച് ഉയരാൻ ഗണേഷ് കുമാറിന് പലപ്പോഴും കഴിയാറുമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന 2.5 വർഷം മന്ത്രിയാവാൻ നിർഭാഗ്യം ലഭിച്ച കെ.ബി. ഗണേഷ് കുമാർ ആർക്കും വേണ്ടാത്ത ആനവണ്ടി വകുപ്പ് ഏറ്റെടുക്കുമ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അത് കെ.ബി. ഗണേഷ് കുമാർ ആയതുകൊണ്ടാണ്. പിണറായിയുടെ ഔദാര്യത്തിൽ മന്ത്രിമാരായ മന്ത്രിസഭയിലെ മറ്റുള്ളവർക്ക് പിണറായിക്ക് വിദൂരത്തിൽ പോലും അനിഷ്ടമുണ്ടാക്കാതിരിക്കാൻ കരുതൽ വേണമെങ്കിൽ ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ചീറിപ്പാഞ്ഞു നടക്കാനോ പണമുണ്ടാക്കാനോ ഗണേഷ് കുമാറിന് താല്പര്യമില്ല. ആവശ്യത്തിനുള്ളത് തന്റെ പിതാവ് തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മാത്രമല്ല, സിനിമയിലെ അഭിനയമടക്കം ഗണേഷ് കുമാറിന് നല്ലൊരു വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ കാര്യക്ഷമതയോടെ പണിയെടുക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചാണ് അദ്ദേഹം ഈ അധികാരം ഏറ്റെടുത്തത്. കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭനായ ആർ ബാലകൃഷ്ണപിള്ളയുടെയും വത്സലകുമാരിയുടെ മകനായി 1967 മെയ് 25 ജനനം. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി. 1994 മെയ് 20 PhD പഠനത്തിനിടെ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസിൽ സീനിയർ റിസർച്ച് ഫെല്ലോ ആയി ജോലി ചെയ്തിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹം. ആദിത്യൻ, ദേവരാമൻ എന്നിങ്ങനെ 2 ആൺമക്കളുമുണ്ട്. പിന്നീട് പല പൊരുത്തക്കേടുകൾ കാരണം ഇവർ തമ്മിൽ വിവാഹമോചനം നേടി. ശേഷം 2014 ജനുവരി 24 ഏഷ്യാനെറ്റ് മാർക്കറ്റിംഗ് ഹെഡായി ജോലി ചെയ്യുന്ന ബിന്ദു മേനോനെ അദ്ദേഹം വിവാഹം ചെയ്തു. കീഴൂട്ടെ ബാലകൃഷ്ണകുമാർ എന്ന കെ.ബി. ഗണേഷ് കുമാർ കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനേതാവായി അരങ്ങേറ്റം കുറിച്ചത്. 100-ലധികം മലയാള സിനിമയിൽ അദ്ദേഹം തന്റെ അഭിനയ മികവ് തെളിയിക്കുകയും മലയാളത്തിൽ പ്രശസ്തമായൊരു സ്ഥാനം സ്വന്തമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സഹനടൻ എന്ന നിലയിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഗണേഷ് കുമാറിന്റെ ആദ്യകാല സിനിമകളായ ചെപ്പ്, രാക്കുയിലിൻ, രാഗസദസ്സിൽ എന്നിവയിൽ ചിത്രീകരിച്ചതുപോലെ വില്ലൻ അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധ വേഷങ്ങളായിരുന്നു അദ്ദേഹം പതിവായി ചെയ്തിരുന്നത്. ദിലീപും കാവ്യ മാധവനും അഭിനയിച്ച ലയൺ എന്ന ചിത്രം ഗണേഷ് കുമാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയവും നേടിയിരുന്നു. 2001 മെയ് മാസത്തിൽ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പത്തനാപുരത്ത് നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 9931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ എതിരാളിയായ കെ. പ്രകാശ് ബാബുവിനെ പരാജയപ്പെടുത്തിയത്. ഗണേഷ് കുമാറിന്റെ പിതാവും മുൻ മന്ത്രിയുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള നിരവധി പതിറ്റാണ്ടുകളായി പ്രതിനിധീകരിച്ചിരുന്ന അയൽമണ്ഡലമായ കൊട്ടാരക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2001 മെയ് മാസത്തിൽ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ അക്കാലത്ത് രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായിരുന്നുവെങ്കിലും വളരെ ബുദ്ധിമുട്ടി നിന്ന KSRTCയുടെ മികച്ച കണക്കുകൾ നൽകി അദ്ദേഹം ഉയർന്നു. സംശുദ്ധവും കാര്യക്ഷമവുമായ ഭരണം നടത്തി എന്ന ഖ്യാതി അദ്ദേഹം നേടിയെടുത്തു. 2003 മാർച്ചിൽ തന്റെ പിതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായി അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നും പടിയിറങ്ങി. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പത്തനാപുരത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ CPIയിലെ ആർ ചന്ദ്രമോഹനെ തോൽപ്പിച്ച് 11,814 വോട്ടിന്റെ വമ്പിച്ച വിജയം കരസ്ഥമാക്കി. കൊല്ലം ജില്ലയിൽ 12-ൽ 11 സീറ്റും LDF നേടി സംസ്ഥാന സഭയിൽ വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഗണേഷ് കുമാർ കൊല്ലം ജില്ലയിലെ ഏക UDF MLA ആയി. M.K. മുനീർ, P.K. കുഞ്ഞാലിക്കുട്ടി, ബാബു ദിവാകരൻ, ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള എന്നിവരുൾപ്പെടെ അദ്ദേഹത്തിന്റെ മുൻ മന്ത്രിമാരിൽ പലരും പരാജയപ്പെട്ടു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് 20,402 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് വിജയം അദ്ദേഹം തന്റെ കൈപ്പിടിയിലാക്കി. തന്റെ മുതിർന്ന CPM നേതാവ് K. രാജഗോപാലിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2013 സോളാർ തട്ടിപ്പിലെ മുഖ്യപ്രതി സരിത S. നായരുടെ മുൻ അഭിഭാഷകനായ ഫെന്നി ബാലകൃഷ്ണൻ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. 2011 മെയ് മുതൽ 2013 ഏപ്രിൽ 1 രാജിവെക്കുന്നതുവരെ കേരള സർക്കാരിൽ വനം, പരിസ്ഥിതി, കായികം, സിനിമ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് ശേഷം 2023 പിണറായി സർക്കാരിന്റെ ഭരണം കേരളത്തെ ഒന്നടങ്കം ഒരുപാട് പഴികൾ കേൾപ്പിക്കുന്നതിനിടയിലാണ് ഇടതു സർക്കാരിന്റെ വൻ ജനപിന്തുണയോടെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായി ഗണേഷ് കുമാർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇത് സത്യത്തിൽ കേരളത്തിന് ഒരു വികസനം ഉണ്ടാകില്ല എന്ന ജനങ്ങളുടെ ചിന്തയെ പൊളിച്ചെഴുതുകയായിരുന്നു. പറയാനും അറിയാനും ഒരുപാടാണ്. അദ്ദേഹം നേടിയെടുത്ത വിജയങ്ങളും പിന്നിട്ട വഴികളും അത്ര എളുപ്പമായിരുന്നില്ല. എന്തായാലും ജനങ്ങൾക്ക് KSRTCയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വയ്ക്കാം. കാരണം ആ ഒരൊറ്റ പേര് മതി, കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ടെങ്കിൽ നടത്താവുന്ന പല പദ്ധതികളെക്കുറിച്ച്. അതെന്താണെന്ന് വ്യക്തമല്ല, എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം: അഴിമതിയും വെട്ടിപ്പിടുത്തവും ഒന്നുമില്ലാത്ത ഒരു മന്ത്രിയുടെ ഭരണം ഇനി കേരളത്തിന് കാണാൻ കഴിയും. കേരളത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രിയെങ്കിലും ഈ നാടിന് ഇപ്പോൾ ഉണ്ടല്ലോ എന്ന ആശ്വാസമാണ് ജനങ്ങൾക്ക്.